ലഹരി സംഘത്തിന്റെ ഭാഗമാകാൻ വിസമ്മതിച്ചതിന് യുവതിയെ നടുറോഡിൽ വെട്ടിപ്പരിക്കേൽപ്പിച്ച് ക്രിമിനൽ. കോഴിക്കോട് ചക്കുംകടവ് ചെന്നാലേരി സലീം എന്ന വെമ്പിളി സലീമാണ് യുവതിയെ മാരകമായി വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. 2 വർഷത്തോളമായി സലീമിന്റെ ഭീഷണിയെക്കുറിച്ച് പോലീസിൽ പരാതി നൽകിയിട്ടും ഒരു ഫലവും ഉണ്ടായിട്ടില്ല എന്ന് യുവതി മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. മയക്കുമരുന്ന് സംഘത്തിന്റെ കെണിയിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചതിനെ തുടർന്ന് തുടർച്ചയായി ഭീഷണിയുണ്ടാകുന്നു. ഏറ്റവും ഒടുവിൽ ഇന്നലെ മയക്കുമരുന്ന് വിൽപ്പനക്കാരനും അതിലെ പ്രധാനിയുമായ സലീം എന്ന യുവാവിൽ നിന്നും ആക്രമണമുണ്ടാകുന്നു. എന്താണ് ഇന്നലെ സംഭവിച്ചത്? മെനിഞ്ഞാന്ന് ഞാൻ കമ്മീഷൻ ഓഫീസിൽ പരാതി കൊടുത്തിട്ട് വരികയായിരുന്നു. ഭീഷണി ഉണ്ടെന്ന് പറഞ്ഞ് പരാതി കൊടുത്ത് വന്നു. പിറ്റേന്ന് രാവിലെ ഞാൻ ജോലി സ്ഥലത്തേക്ക് പോവുമായിരുന്നു. അവന് ബസ്സിനെ കാത്തു നിൽക്കുന്ന സമയത്ത് ഇവന് ഒരു കടയുടെ ബാക്കിൽ നിന്ന് ചാടി വന്ന് കത്തിയോണ്ട് കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. നാട്ടുകാരെല്ലാവരും കൂടി എറിഞ്ഞ് വീഴ്ത്തി എന്നെ രക്ഷപ്പെടുത്തിയതാണ്. എത്ര തവണ? ഒരുപാട് തവണ കുത്തിയിട്ടുണ്ട്. വയറ്റിൽ കുത്തിയിട്ടുണ്ട്, കൈക്ക് ഫുള്ള്, തലയിൽ, ചെവിയുടെ ബാക്കിൽ എല്ലാം കുത്തിയിട്ടുണ്ട്. ആരാണ് ഈ ആക്രമിച്ചത്? വെമ്പിളി സലീം. എന്താണ് ഇവൻ നിങ്ങളോടുള്ള പക? ഒരു ഭീഷണി വന്നിരുന്നു. എന്നെയും ജ്യേഷ്ഠത്തിൻ്റെ മകന് LSD സ്റ്റാമ്പ്, പിന്നെ എന്തെല്ലോ മാരക മയക്കുമരുന്നൊക്കെ ശരീരത്തിൽ വെച്ച് കെട്ടിയിട്ട് പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും. 2 പേരും ജയിലിൽ കിടന്നിട്ട് വാ എന്നൊക്കെ പറഞ്ഞ്, പിന്നെ ഉമ്മാൻ്റെ ഫോണിലൊക്കെ വിളിച്ചിട്ട് പറഞ്ഞ് എന്നെ തുന്നിക്കെട്ടാൻ പോവുകയാണെന്ന് പറഞ്ഞു ഉമ്മാനോട്. അപ്പോൾ ഞാൻ പരാതി കൊടുത്തിട്ട് ഉമ്മാനെ സമാധാനിപ്പിക്കാൻ വേണ്ടി വീട്ടിലേക്ക് വന്നതാണ്. എന്നിട്ട് പിറ്റേന്ന് രാവിലെ ഞാൻ ജോലിക്ക് പോവുമായിരുന്നു. അപ്പോഴാണ് എന്നെ കുത്തിയത്. കുറച്ച് കാലങ്ങളായിട്ട് ഇവൻ്റെ ഒരു ഭീഷണി നിലനിൽക്കുന്നു. ഒരുപാട് തവണ പലവർക്കും ഞാൻ പരാതി കൊടുത്തു. ഒന്നിനൊരു റെസ്പോൺസും ഇല്ല. ഞങ്ങൾ സ്റ്റേഷൻ പരിധി കൊടുത്തിട്ടുണ്ട്. ഇപ്പം മെഞ്ഞാന്നിപ്പോൾ ഞാൻ കമ്മീഷണർ സാറിന് കൊടുത്തിട്ടുണ്ട്. എവിടുന്ന് ഒരു റെസ്പോൺസും കിട്ടിയിട്ടില്ല. സ്റ്റേഷനായിരുന്നു നല്ലോണം സ്റ്റേഷനിൽ. അവരെന്താ പറയുന്നത് പോലീസ്? അവനെ ഞാൻ പിടിച്ചു കൊടുക്കുക, അവൻ്റെ നമ്പർ കൊടുക്കുക, അവൻ്റെ വീട് എവിടെയെന്ന് ഒക്കെ എന്നോട് വിളിച്ച് ചോദിക്കും. ഒരു ബന്ധമില്ലാത്ത ആള് നമ്പർ അഡ്രസ്സ് ഞാൻ എവിടുന്ന് പറഞ്ഞു കൊടുക്കാനോ? ഇയാൾ ലഹരി സംഘത്തിൽപ്പെട്ട ആളാണ്. ഉപയോഗിക്കാറുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് ഉപയോഗിക്കുന്നത്. ലഹരി വിൽപ്പനയുണ്ടോ? ഉണ്ട്. ഒരുപാട് കേസിലെ പ്രതിയാണ്. നിങ്ങളെ മുമ്പ് ഒരു ട്രാപ്പിൽ പെടുത്തി 2018 ഒരു കേസിലുണ്ട്. ഞങ്ങൾ 2 പേരും കൂടി ഒരു കേസിലുണ്ട്. അതേപോലെ വീണ്ടും ഈ വിൽപ്പനക്ക് വേണ്ടി ഇറങ്ങണമെന്നാണോ പറയുന്നത്? അവരെ കൂടെ വേണമെന്ന് പറഞ്ഞിട്ട്. ഞാൻ ഈ കേസിന് ശേഷം അവനായിട്ട് യാതൊരു ബന്ധം ഉണ്ടായിട്ടില്ല. ഞാൻ എൻ്റെ ജോലി, എനിക്ക് വീട്ടുജോലിയാണ്. വീട്ടുജോലി എടുത്തിട്ട് കുടുംബം പോറ്റുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഇനിയും പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ട്? അവൻ ജാമ്യത്തിൽ ഇറങ്ങി എന്നെ കൊല്ലും. അത് ഉറപ്പായിട്ട് കൊല്ലും അവന്. തുടർച്ചയായി ഭീഷണി ഉണ്ടാകുന്നു. ഏറ്റവും ഒടുവിൽ കത്തി ഉപയോഗിച്ച് കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നു. സലീം ഇപ്പോൾ പോലീസ് അറസ്റ്റിലാണുള്ളത്. പക്ഷേ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയാൽ ഏത് നിമിഷവും കൊല്ലപ്പെടുമെന്ന ഭീതിയിലാണ് യുവതി ഇപ്പോൾ കഴിയുന്നത്. ഷിജിൻ നരിപ്പറ്റക്കൊപ്പം മുഹമ്മദ് ഷഹീദ്, മാതൃഭൂമി ന്യൂസ്.